ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ. ഉപ്പില്ലാത്ത ആഹാര രീതി മലയാളിക്ക് ചിന്തിക്കാനേ ആകില്ല. ഉപ്പിട്ട് എന്തൊക്കെ ഭക്ഷണങ്ങൾ ഉണ്ടാക്കാം എന്ന് നാം റിസർച്ച് തന്നെ ചെയ്തിട്ടുണ്ട്. ഉപ്പിട്ട മാങ്ങ മുതൽ ഉണക്കമീൻ, പപ്പടം, അതുപോലെ ബേക്കറി സാധനങ്ങൾ, ചൈനീസ് ഫുഡുകൾ, ഇങ്ങനെ ഉപ്പിട്ട സാധനങ്ങളാണ് നാം ഉപയോഗിക്കുന്നതിൽ 90%. ഇത് കൂടാതെയാണ് വീട്ടിൽ നാം ഉപയോഗിക്കുന്ന ഭക്ഷണങ്ങൾ. അച്ചാറുകൾ വേറെ ഒരു വിഭാഗം തന്നെയുണ്ട്. ഇതെല്ലാം ഉപ്പിന്റെ കോൺസെൻട്രേഷൻ കൂടിയ ഭക്ഷണ വിഭവങ്ങളാണ്. ഒരു ദിവസം നമുക്ക് എത്ര ഉപ്പ് കഴിക്കാം? എന്താണ് ഉപ്പിന്റെ കുഴപ്പം? ഉപ്പ് ആരോഗ്യത്തിന് നല്ലതാണോ മോശമാണോ? ഉപ്പ് നല്ലതാണ് ഒരു പരിധിവരെ. നമ്മുടെ ശരീരത്തിന്റെ സർക്കുലേഷനെ ഒരു പരിധിവരെ അത് സഹായിക്കും, ക്ഷീണം മാറ്റാൻ സഹായിക്കും. കാരണം അതിനകത്തുള്ള സോഡിയം തന്നെയാണ്. സോഡിയവും പൊട്ടാസ്യവുമാണ് നമ്മുടെ ശരീരത്തിലെ ക്ഷീണം വരാൻ നമ്മുടെ ശരീരം മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൽക്കലോയിഡുകൾ. മെയിൻലി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു ദിവസം നമുക്ക് എത്ര കഴിക്കാം എന്നുള്ളതിനെ പറ്റിയാണ്. അമേരിക്കൻ ഹാർട്ട് റിസർച്ച് അസോസിയേഷൻ അവരുടെ ഏറ്റവും പുതിയ വിജ്ഞാപനത്തിൽ പറഞ്ഞിട്ടുള്ളത് സോഡിയം നമുക്ക് ഒരു ദിവസം 1.5 മില്ലിഗ്രാം ആണ് മാക്സിമം കഴിക്കാവുന്ന അളവ്. 1.5 ഗ്രാം അടങ്ങിയിട്ടുള്ളത് ഏതാണ്ട് 3.75 ഗ്രാം ഉപ്പിലാണ്. അതായത് 3 ഗ്രാം മുതൽ ഉദ്ദേശം 6 ഗ്രാം വരെ ഉപ്പ് നമുക്ക് ഒരു ദിവസം കഴിക്കാം. എന്നാൽ നമ്മൾ ഒരു ദിവസം എത്ര ഉപ്പ് ഉപയോഗിക്കുന്നുണ്ട്? നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഒരു വഴി ഞാൻ പറഞ്ഞുതരാം. നിങ്ങളുടെ വീട്ടിൽ 5 അംഗങ്ങളുണ്ടെന്നിരിക്കട്ടെ. നിങ്ങൾ വീട്ടിൽ ഒരു മാസം എത്ര പാക്കറ്റ് ഉപ്പ് വാങ്ങും? ഒരു പാക്കറ്റ് ഉപ്പാണെങ്കിൽ ഒരു പാക്കറ്റ് ഉപ്പ് എന്ന് പറയുന്നത് 1000 ഗ്രാം, 1 കിലോഗ്രാം 1000 ഗ്രാം ആണ്. 1000 ഗ്രാം ഉപ്പ് നിങ്ങൾ എത്ര ദിവസം കൊണ്ട് തീർക്കും എന്നുള്ളത് നോക്കിയാൽ ഒരു ദിവസം നിങ്ങളുടെ ഒരാളിന്റെ ശരീരത്തിൽ ചെല്ലുന്ന ഉപ്പിന്റെ അളവ് അറിയാൻ സാധിക്കും. ഇതിന് പുറമെയാണ് അച്ചാറിലുള്ള ഉപ്പ്, പിന്നെ കറികൾ പുറത്തുനിന്നും വാങ്ങിക്കുന്ന ഭക്ഷണത്തിലെ ഉപ്പ്, ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കുന്ന സാധനങ്ങൾ. നമ്മൾ ചിപ്സും വറ്റലും മറ്റു സാധനങ്ങളും എല്ലാം വാങ്ങുമ്പോൾ അതിലെ ഉപ്പാണ് മുന്നിട്ട് നിൽക്കുന്ന രുചി. ചൈനീസ് ഫുഡുകൾ നോക്കൂ, ഉപ്പില്ലാതെ അത് നമുക്ക് വായിലേക്ക് വയ്ക്കാൻ തന്നെ പറ്റില്ല. ഇങ്ങനെ പലതരത്തിലുള്ള ഉപ്പ് നമ്മുടെ ശരീരത്തിൽ ചെല്ലുമ്പോൾ അറിയേണ്ട കാര്യം, നമ്മുടെ ശരീരത്തിൽ ഒരു ദിവസം 15 ഗ്രാമോളം ഉപ്പ് എത്തുന്നുണ്ട്. അതായത് നമ്മുടെ ശരീരത്തിൽ റെക്കമെൻഡ് ആയിട്ടുള്ള ഉപ്പിന്റെ അളവിനെക്കാട്ടി 3 ഇരട്ടിയോളം. ഇന്ന് കേരളത്തിൽ BP കൂടുന്നതിന്റെയും കിഡ്നി ഡാമേജ് ആകുന്നതിന്റെയും പ്രധാന കാരണങ്ങളിലൊന്ന് നമ്മുടെ ഈ ഉപ്പിന്റെ ആഹാര രീതി തന്നെയാണ്. ഉപ്പ് കഴിക്കുന്നത് കൊണ്ട് നമുക്ക് ശരീരത്തിൽ എന്തെല്ലാം സൈഡ് എഫക്ട്സ് ഉണ്ടാകുന്നു എന്ന് നോക്കാം. ഉപ്പ് കൂടിക്കഴിഞ്ഞാൽ ഉപ്പിനകത്തെ പ്രധാന ഘടകം എന്ന് പറയുന്നത് സോഡിയം തന്നെയാണ്. സോഡിയം തന്നെയാണ് പലപ്പോഴും നമ്മുടെ ശരീരത്തിന് വില്ലനാകുന്നത്. സംഭവിക്കുന്നത് ഒന്ന്, അത് BP കൂടും. BP കൂടിയിട്ട് ഒന്ന് ഹാർട്ടിനെ അത് ബാധിക്കും, ഓരോ ഓർഗനെയും ബാധിക്കും, പക്ഷാഘാതം അല്ലെങ്കിൽ സ്ട്രോക്ക് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുന്നു. രണ്ടാമത്തത്, ഇത് കിഡ്നിയെ ഡാമേജ് ചെയ്യുന്നു. കിഡ്നിയാണ് BPയും കൺട്രോൾ ചെയ്യുന്നത്. കിഡ്നിയുടെ ഫംഗ്ഷനിങ്, അതായത് നമ്മൾ വെള്ളം അധികം കുടിക്കുന്നില്ല എങ്കിൽ ഈ ഉപ്പ് കിഡ്നിക്ക് വളരെയധികം കുഴപ്പം ചെയ്യും. കിഡ്നി ഡാമേജ് ആയി കഴിഞ്ഞാൽ കിഡ്നി മാറ്റി വയ്ക്കുകയല്ലാതെ അതിന് പ്രത്യേകിച്ച് ചികിത്സയൊന്നും ഒരു സിസ്റ്റത്തിലുമില്ല. രണ്ടാമത്തത്, അത് ഹൃദയത്തിന് വലിയ കുഴപ്പം ചെയ്യും. ഹൃദയത്തിന്റെ പമ്പ് ചെയ്യുന്ന അറയായിട്ടുള്ള ലെഫ്റ്റ് വെൻട്രിക്കിളിന്റെ സൈസ് വർദ്ധിക്കുന്നു. ലെഫ്റ്റ് വെൻട്രിക്കുലർ ഹൈപ്പർട്രോഫിയുടെ പ്രധാന കാരണങ്ങളിലൊന്ന് ഉപ്പാണ്. ശരീരത്തിൽ നീര് കൂടുതൽ വരുന്നുണ്ടോ എങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഉപ്പ് കുറയ്ക്കുകയാണ്. കാരണം ഉപ്പ് നമ്മുടെ ശരീരത്തിലുള്ള കോശങ്ങളിലേക്ക് രക്തത്തിൽ നിന്നും ജലാംശത്തിന് ഡെപ്പോസിറ്റ് ചെയ്യിക്കും. ശരീരത്തിൽ നീര് വയ്ക്കുന്നതിന്റെ കാരണം, അമിതവണ്ണമുള്ളവർ ഉപ്പൊന്ന് കുറച്ച് നോക്കിക്കേ, നിങ്ങളുടെ വണ്ണം കുറഞ്ഞു വരുന്നത് കാണാം. അടുത്തത്, നിങ്ങൾക്ക് സ്കിൻ കംപ്ലൈൻസ് ഉണ്ടാക്കാം, അതേപോലെ ജോയിന്റ് പെയിൻസ് ഉണ്ടാക്കാം. പലപ്പോഴും ഉപ്പ് റിസർച്ചുകൾ നടക്കുന്നതേ ഉള്ളൂ, ഉപ്പിലുള്ള സോഡിയം നമ്മുടെ എല്ലുകളുടെ തേയ്മാനത്തിന് കാരണമാകുന്നു എന്ന പഠനങ്ങളുമുണ്ട്. ഇങ്ങനെ നമ്മൾ നോക്കിയാൽ അത്ര നിസ്സാരമല്ല സോഡിയം എന്ന് പറയുന്നത്. നിങ്ങൾ ചെയ്യേണ്ടത് ഭക്ഷണത്തിലുള്ള ഉപ്പിന്റെ അളവ് കുറയ്ക്കുക. എത്രയാണ് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഉപ്പ് എന്നുള്ളത് ഞാൻ ഈ പറഞ്ഞല്ലോ, ഈ ഒരു കാൽക്കുലേഷനിൽ നിങ്ങളൊന്ന് നോക്കുക. അപ്പോൾ മനസ്സിലാകും നമ്മൾക്ക് റെക്കമെൻഡഡ് ആയിട്ടുള്ള ഉപ്പിൽ നിന്നും ഏതാണ്ട് 3 ഇരട്ടിയോളം നമ്മൾ കഴിക്കുന്നുണ്ട് എന്ന് തിരിച്ചറിയുക. നിങ്ങൾ കറികളിൽ ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാരണം, ആദ്യം നിങ്ങൾ ഉപ്പിടുകയാണെങ്കിൽ പലപ്പോഴും കറികളിലുള്ള ഖരവസ്തുക്കൾ, അതിലുള്ള കഷണങ്ങളിൽ നിങ്ങൾ ഇടുന്ന ഉപ്പ് അബ്സോർബ് ചെയ്തു പോകും. അവസാനം നിങ്ങൾ ടേസ്റ്റ് നോക്കുമ്പോൾ ഉപ്പ് കുറവായി തോന്നുകയും നിങ്ങൾ വീണ്ടും ഉപ്പിടുകയും ചെയ്യും. ശ്രദ്ധിക്കേണ്ടത്, കറി ഉണ്ടാക്കിയതിന് ശേഷം അവസാനം ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. നിങ്ങൾ BP പേഷ്യന്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ആഗ്രഹമുള്ള ഉപ്പ് അല്ലെങ്കിൽ കഴിക്കാവുന്ന ഉപ്പിന്റെ അളവിന്റെ പകുതി മാത്രമേ കഴിക്കാവുള്ളൂ. 2 മുതൽ 3 മില്ലിഗ്രാമിൽ കൂടുതൽ ഉപ്പ് നിങ്ങളുടെ ശരീരത്തിൽ എത്തരുത്.
ഈ കാര്യം മറക്കരുത്. ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ഏറ്റവും പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. രണ്ടാമത് ശ്രദ്ധിക്കേണ്ടത് അടുക്കളയിൽ ആര് പാകം ചെയ്യുന്നു എന്നുള്ളത് നോക്കുക. അമ്മയാണോ, ഭാര്യയാണോ, ജോലിക്കാരിയാണോ, അവർക്ക് ഉപ്പ് കൂടുതൽ വേണം എന്നാണ് ആഗ്രഹം എന്നുണ്ടെങ്കിൽ വീട്ടിലുള്ള എല്ലാ കറികൾക്കും ഉപ്പ് കൂടും. അതുകൊണ്ട് നിങ്ങളുടെ വീട്ടിലുള്ളവരുടെ ഉപ്പിന്റെ ടേസ്റ്റ് മനസ്സിലാക്കി നിങ്ങൾ ഭക്ഷണം ക്രമപ്പെടുത്തുക. ഉപ്പിന്റെ അളവ് കുറയ്ക്കുക, നന്നായി വെള്ളം കുടിക്കുക. എങ്കിൽ നമുക്ക് വരുന്ന ഒരു മെറ്റബോളിക് ഡിസീസസ്, സാധാരണ അമിതവണ്ണം പോലുള്ള BP പോലുള്ള അസുഖങ്ങൾ കുറയും. ഭക്ഷണ രീതി മെയിൻറ്റെയിൻ ചെയ്തതിനു ശേഷം നമുക്ക് മരുന്നുകളെ പറ്റി ആലോചിക്കാം. മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഡോക്ടർ രാജേഷ്, ബൈ.